ഹായ് ഗൈസ്, ഇന്ന് ജനുവരി 19. ഇപ്പോൾ സമയം വന്നിട്ട് 1:40. ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. ഞങ്ങൾക്ക് കുറച്ച് പുറത്തെങ്കിലും എന്നെ അറിയാൻ ചാൻസ് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. ഞങ്ങളുടെ അവർ ക്രേസി ഫാമിലി എന്ന ചാനൽ ഞങ്ങൾക്കുണ്ട്. അവിടെ നിന്ന് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നില്ല, ആ ഒരു ഫാമിലിയിൽ നിന്ന്, ചാനൽ അതൊരു ഫാമിലിയാണ്, ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയാമായിരിക്കാം. എൻ്റെ പേര് വിഷ്ണു, ഞാനൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്, MBA ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർ വന്നിട്ട് ഒരു മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നു. കുറച്ച് MNCസിൻ്റെ ഭാഗമാകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. സോ ഈ വീഡിയോ ചാനലിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ അവർ ക്രേസി ഫാമിലി വന്ന് പലരും എന്നെ പള്ളിയിൽ അച്ഛനൊന്ന് ഉപദേശിക്കുന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. പലരും ചോദിക്കാറുണ്ട്, ബ്രോയ്ക്ക് സെഷൻ വെച്ചുകൂടെയെന്ന് സ്ട്രീമിങ്ങിനിടയ്ക്ക്. ഞാനങ്ങനെ സ്ട്രീമിങ്ങിൽ പോകുന്ന ഒരാളല്ല. ആ സമയത്ത് ഞാൻ വല്ല വെബ് സീരീസ് കാണാനോ അല്ലെങ്കിൽ എൻ്റെ ജോലി ചെയ്യാനോ അതും അല്ലെങ്കിൽ എന്താ പറയുക വേറെ എന്തെങ്കിലും സൈഡ് ബിസിനസ്സിന് പോകാൻ എനിക്ക് താല്പര്യം. അപ്പോൾ എനിക്ക് തോന്നി, ഇന്ന് രാവിലെ അരവിന്ദ് എന്നോട് ചോദിച്ചു, ബ്രോ എന്തുകൊണ്ടൊരു സെഷൻ വെച്ചുകൂടാണ്. ഇന്ന് ആ ഒരു ചോദ്യം കൂടി ആയപ്പോൾ എനിക്ക് തോന്നി ശരി ചെയ്യാം. പിന്നെ ഞാൻ പിന്നോട്ട് മാറി. അപ്പോൾ അയാൾ കാവ്യ വന്നിട്ട് ചേട്ടാ തുടങ്ങണം കുറേ നേരം കൊണ്ട് എൻ്റെ പിന്നാലെ നടന്ന കുറേ ഇമോഷണൽ ഡ്രാമാസ്. കാരണം എനിക്ക് ഈ ക്യാമറയെ നോക്കി സംസാരിക്കും. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങൾ എനിക്ക് ക്യാമറ നോക്കി സംസാരിക്കാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ ഒന്നും എനിക്കറിയില്ല. എന്നെ കൊണ്ട് നടപടിയാവുന്ന കാര്യമല്ല. എനിക്കെൻ്റെ കരിയറുണ്ട്. എൻ്റെ കരിയറാണ് എൻ്റെ ഹൈ പ്രയോറിറ്റി. അപ്പോൾ അതാണ് ഈ ചാനലിൻ്റെ പിന്നിലുള്ള ബാക്ക്ഗ്രൗണ്ട്. സോ ഈ ചാനലിൽ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, വളരെ കുറച്ച് പറ്റിയാൽ ഈ പള്ളിയിലച്ഛനായിട്ടും അല്ലെങ്കിൽ ഉപദേശിയായിട്ടും അതല്ലെങ്കിൽ എന്നോട് സംസാരിക്കാൻ താല്പര്യമുള്ള കുറച്ച് ആൾക്കാരോട് സംസാരിക്കുക. പിന്നെ ഇന്ന് തൊഴിലില്ലായ്മ എന്ന് പറയുന്ന സാധനം ഭയങ്കര സീരിയസ് ആണ്. നമ്മുടെ നാട്ടിലും ഒരുപാട് ജോലിയില്ലാത്ത ആൾക്കാരുണ്ട്. അവർക്കൊന്നും ജോലി മേടിച്ചു കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ കോർപ്പറേറ്റ് ലൈഫിൽ, ഞാനും ഈ ആളും അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സും കോർപ്പറേറ്റ് ലൈഫിലും മറ്റും ഫേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ഞങ്ങളുടെ എക്സ്പീരിയൻസസ് അത് സ്ലോലി ഷെയർ ചെയ്യുക. ദാറ്റ്സ് വൺ ഓഫ് ദ പർപ്പസ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ കുറേ നല്ല ആൾക്കാരും ഉണ്ട്, കുറേ പുഴുക്കത്ത് പിടിച്ച ആൾക്കാരും ഉണ്ട്. അതിൽ ആരെയും ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ ആരെയും നന്നാക്കാം എന്നൊരു ചിന്താഗതിയൊന്നും എനിക്കില്ല. അതിൽ എൻ്റെ അഭിപ്രായങ്ങൾ ആസ് എ ഇൻഡിവിജ്വൽ, അതിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനോ ആയിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയായിട്ടോ ഒന്നും പറ്റില്ല. എൻ്റെ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്. ചിലപ്പോൾ എനിക്ക് ചില ടോപ്പിക്ക് കാണുമ്പോൾ ചിലത് പറയണമെന്ന് തോന്നും, ആരെയും മുറിവേൽപ്പിക്കാണ്ട്, ആരെയും വേദനിപ്പിക്കാണ്ട് എനിക്ക് ശരിക്കും തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞു പോവുക. അപ്പോൾ നമുക്കൊരു മെൻ്റൽ പീസ് കിട്ടുമല്ലോ. അതിൻ്റെ ഒരു കാരണം കൂടിയിട്ടുണ്ട്. അവിടെ സ്ട്രീമിങ്ങില്ല, ഞങ്ങളുടെ ചാനലിൽ നേരം വെളുക്കുമ്പം തൊട്ട് വളരെ വൾഗറായിട്ട് കമൻറ്റ് പറഞ്ഞ് വരുന്ന കുറേ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ പല കമൻറ്റ്സ് പറയുന്നത് ഈ കൺസെൻറ്റ് എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയും, ബേസിക് മാനേഴ്സ് ഇല്ലാതെ. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നമ്മൾ മുന്നോട്ട് പോകും തോറും നമ്മുടെ സൊസൈറ്റി വന്നിട്ട് മുന്നോട്ടല്ല പോകുന്നത്, ആൾക്കാരുടെ മെൻറ്റാലിറ്റി പിന്നോട്ടാണ് പോകുന്നത്. എന്താ പറയുക, വിദ്യാഭ്യാസം ഉണ്ടാകുന്നത്, കുറേ ഡിഗ്രീസ് എടുക്കുന്നു, പക്ഷേ ആൾക്കാരുടെ ലൈഫിൽ നോക്കിക്കാണുന്ന രീതികൾ പിന്നോട്ട് പോവുകയാണ്. സോ അതേക്കുറിച്ചുള്ള ഇപ്പോൾ എൻ്റെ ചെറിയ അഭിപ്രായങ്ങൾ പറയുക മാത്രം. പിന്നെ എന്താ പറയുക, ഞാൻ കരിയറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഒരാൾക്കെങ്കിലും ഞാൻ കാരണം അല്ലെങ്കിൽ നമ്മുടെ മ്യൂച്വൽ കോൺവെർസേഷൻസ് കാരണം ഒരു റെസ്യൂമെ റിവ്യൂ ചെയ്യാൻ പറ്റി, അവർക്കൊരു നല്ലൊരു ജോലി കിട്ടി, അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ നടന്ന ആരെങ്കിലും ഒരാൾ നേരായ വഴിക്ക് വന്നു, ചിലപ്പോൾ എൻ്റെ ചില തെറ്റുകൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടി തരും. അപ്പോൾ അത് എനിക്ക് നിങ്ങളിൽ നിന്ന് ലേൺ ചെയ്യാം. ഇതൊരു മ്യൂച്വൽ ലേണിംഗ് ആണ്. ഇതിനെ ഞാനൊരിക്കലും ചാനലായിട്ട് പോലും കൺസിഡർ ചെയ്യുന്നില്ല. എനിക്കങ്ങനെ ഒരു ചിന്താഗതി പോലില്ല. ചിലപ്പോൾ കണ്ടന്റ് വരാം, ചിലപ്പോൾ കോണ്ടന്റ് വരാതിരിക്കാം, എനിക്കതും അറിയില്ല. സോ ഞാനായിട്ട് നിങ്ങൾക്കൊരു എന്തൊക്കെ സംഭവങ്ങൾ സംഭവം വെച്ച് എന്തൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നൊരു തോന്നലിൻ്റെ പുറത്ത് വന്നതാണ്. സ്ട്രീമിംഗ് വരാൻ എനിക്ക് ഇനി ഒരുപാട് സമയങ്ങളുണ്ടാകും, പറ്റുമെന്നറിയില്ല. കൺസിസ്റ്റൻസി വീഡിയോസ് ഒന്നും ഉണ്ടാവുന്നില്ല. ബട്ട് ഞാൻ ശ്രമിക്കും. എൻ്റെ തലച്ചോറിൽ തോന്നുന്ന ചില സഡൻ തോട്ട്സ് ഒന്ന് പറഞ്ഞിട്ട് പോവുക. അപ്പോൾ അതാണ് ഈ ചാനലിൻ്റെ ഒരേ ഒരു പർപ്പസ്. വലിയ എഡിറ്റിങ്ങോ ബ്യൂട്ടിഫിക്കേഷനോ ഒന്നും എക്സ്പെക്റ്റ് ചെയ്ത് ജസ്റ്റ് റോ കണ്ടന്റ്. താങ്ക് യു ഗൈസ്, ബൈ.